അരീക്കോട് മൂർക്കനാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ സഹപാഠികൾ ക്രൂരമർദ്ദനത്തിനിരയാക്കി. 3 മാസം മുൻപുണ്ടായ വാക്കുതർക്കത്തിന് പ്രതികാരമായാണ് വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചത്. ഉറങ്ങാട്ടിരി വടക്കുമുറി സ്വദേശി 16-കാരൻ മുബീനാണ് പരിക്കേറ്റത്. മുബീനെ അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ സഹപാഠികളായ 6 പേർക്കെതിരെ അരീക്കോട് പോലീസ് കേസെടുത്തു. വ്യാഴാഴ്ച വൈകിട്ട് 5:30 മൂർഖനാട് വെച്ചാണ് വിദ്യാർത്ഥി ആക്രമണത്തിന് ഇരയായത്. അവധിക്കാല സ്പോർട്സ് ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ മുബീനെ സഹപാഠിയും സുഹൃത്തുക്കളായ വിദ്യാർത്ഥികളും ചേർന്ന് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് കല്ലുപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഞാനും വേറൊരുത്തനും ഇങ്ങനെ ചെറിയ വാക്തർക്കൊക്കെ ഉണ്ടായിനി. പിന്നെ സ്കൂൾക്കാരെ അന്ന് തന്നെ ഇതാക്കി ഇട്ടതാ. പിന്നെ ഞാൻ സ്കൂളിന് സ്പോർട്സിന് ക്യാമ്പയിന് ഇന്നലെ വരുമ്പോ കുറച്ച് ചെക്കന്മാര് ഒരു 6 ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അടിച്ചതാ. ആദ്യം വേറെ സ്ഥലത്തേക്ക് വിളിച്ച്. അതിൽ ഞാൻ അങ്ങോട്ടൊന്നും ഇല്ല, ഞാൻ അതിൽ കൂടെ പോലെ പറഞ്ഞു. അപ്പോൾ ആളില്ലാത്ത സ്ഥലത്തെത്തിയപ്പോ കല്ലെടുത്ത് കിട്ടി. പിന്നെ തലമേലുണ്ട്, തലയിലേക്കില് അങ്ങനെയൊക്കെ അടിച്ച് കുറെ ആൾക്കാരൊന്നും അടിച്ചു. കഴിഞ്ഞ ജനുവരിയിൽ സ്കൂളിൽ വെച്ച് മുബീനും സഹപാഠികളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ തമ്മിൽ ഇരട്ടപ്പേര് വിളിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. പ്രശ്നം അധ്യാപകർ ചേർന്ന് പരിഹരിച്ചെങ്കിലും പകരം ചോദിക്കുമെന്ന് സഹപാഠികൾ വെല്ലുവിളിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വിദ്യാർത്ഥികൾ പ്രതികാരം ചെയ്തതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് 6 മാസം മുമ്പ് എന്താ ചെറിയൊരു പ്രശ്നം സ്കൂളിൽ ഉണ്ടായതിന്റെ പേരിലാണ് ഇപ്പൊ അതിന്റെ പക വെച്ചായിട്ടാണ് ചെക്കൻ ക്യാമ്പ് കഴിഞ്ഞ് വരുന്ന വെയ്ക്കുന്ന വരുത്തി കൊണ്ടുപോയി അടിക്കണേ. പിന്നെ നമുക്ക് ഇപ്പൊ അതെന്താ അറിയില്ല, അത് താമരശ്ശേരി ഷഹബാസിന്റെ അതേ ആവർത്തനാണ് ഇത് സംഭവിച്ചത്. അവര് കൊല്ലാനുള്ള ഇതിലെന്നേനി, ഒരു ശ്രമത്തിലെന്നേനി. എന്തോ ഒരു ഭാഗ്യത്തിന് അവൻ കഴിച്ചിലായി. ചെറിയ പരിക്കോടൊക്കെ ഇപ്പൊ കഴിച്ചിലായി. ഇത് നമ്മൾ ഇനി ഫുള്ള് അതിന്റെ കേസായിട്ട് നിയമ നടപടികൾക്ക് ഇനി എന്ത് ഇത് വന്നാലും അതിന്റെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ തീരുമാനിച്ചത്. ഇനി അങ്ങനത്തെ ഒരു ആവർത്തിക്കരുതെന്നില്ല ഒരിതാണ് നമുക്കുള്ളത്. ഈസ്റ്റ് ലൈവ്, അരീക്കോട്.